ഗിവ് അവേ ഒരു കാർ ഇല്ലേ, നല്ലൊരു കിഡിലം കാർ നിങ്ങൾക്ക് തരാൻ പോകുന്നുണ്ട്. ഒറിജിനൽ കേരള വണ്ടി ഓട്ടോമാറ്റിക് കിട്ടും. 40 വണ്ടിയോളം നമുക്ക് ഫുൾ ഓൺലൈനെ കൊണ്ടുപോകാന്നുള്ളതാണ്. ലോൺ ഫുള്ളും കൊടുക്കാം, സോളാർ വെക്കാനുള്ള പൈസ. അപ്പൊ ഇത് സോളാർ ഇല്ലാത്തവർക്ക് നമുക്ക് എന്ത് ചെയ്യാം, സോളാറിനുള്ള ക്യാഷും കൂടി നമ്മൾ ഈ വണ്ടിമേല് എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. കാരണം കിട്ടാനില്ല വാങ്ങണ്ട. അപ്പൊ സെഡ് ഓട്ടോമാറ്റിക് ഡീസൽ വണ്ടി, അത് നമുക്ക് സെക്കൻഡ് ഓണർ 66,000 കിലോമീറ്റർ ഓടിയ ബ്ലാക്ക് വണ്ടി അല്ലെ. ഡീസലിൽ ഒരു 18 രൂപ മൈലേജ് കിട്ടൂല. കിലോമീറ്റർ പ്ലസ് നമുക്ക് സർവീസ് വാറണ്ടി നമുക്ക് 100% കൺഫേം തരുന്ന ഒരു വാഹനമാണ്. അത് നമുക്ക് ട്രാക്കിന് ഒരു 50 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം അല്ലെ. അത് മോണ്ടി കാറിലോ നമുക്ക് സ്പെഷ്യൽ എഡിഷൻ വാഹനമാണ്. ഡോൾട്ടൂണൊക്കെ കമ്പനി ഇൻബിൽട്ട് ആയിട്ട് സൺറൂഫ് കാര്യങ്ങൾ എല്ലാം നമുക്ക് വരുന്നൊരു വാഹനം. ഫീച്ചേഴ്സിന്റെ കാര്യങ്ങളും അതേപോലെ പെർഫോമൻസ് കാര്യങ്ങളൊന്നും സ്കോഡയുടെ കാര്യം സ്കോഡ അറിയുന്നവരെ സംബന്ധിച്ച് നമ്മളൊന്നും പറഞ്ഞു കൊടുക്കേണ്ട. അതും ബ്ലഡ് റെഡിൽ വരുന്ന ഒരു അടിപൊളി വാഹനമാണ്. ഫുള്ള് ലോണിലും ഉണ്ടാവും. അതും ചെറിയൊരു പ്രൈസിൽ നമുക്ക് വെറും 4000 കിലോമീറ്റർ മാത്രം ഓടിയ ഏറ്റവും സൺറൂഫ് കാര്യങ്ങളും പനോരമിക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വണ്ടി അല്ലേ. ഫുൾ ലോണിൽ കൊടുക്കാം. വെറും 4000 കിലോമീറ്റർ. ഇത് നമ്മൾ എത്തിയിട്ടുള്ളത് ഏകദേശം 100ഓളം വാഹനങ്ങൾ. അപ്പോൾ നമുക്ക് ഏത് ലെവലുള്ള ഒരു സാധാരണക്കാരനായാലും പ്രീമിയം ലെവലുള്ള വാഹനം നോക്കുന്ന ഒരാളായെ സംബന്ധിച്ചും നമുക്ക് ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ 0 ഡൗൺ പേയ്മെൻറ്റിൽ നിന്ന് ഒത്തിരി നല്ല SUV-കളുണ്ട്, ഇന്നോവ ക്രിസ്റ്റകളുണ്ട്. ഈ സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ആഷ് ബാഗ് കളക്ഷൻസുകളുടെ നല്ലൊരു കളക്ഷൻസ് ഉണ്ട്. നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ സ്കോഡ കുഷാക്ക് അങ്ങനെ എല്ലാ വാഹനങ്ങളും ട്രെൻഡിങ് വെഹിക്കിൾസുള്ള ഒരു അടിപൊളി ഷോറൂം ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. ക്രിസ്റ്റയൊക്കെ നോക്കുകയാണെങ്കിൽ 1, 2 അല്ല 3, 4 ക്രിസ്റ്റകളും അങ്ങനെ ഏതൊരു വാഹനം നമുക്ക് ഒത്തിരി കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവൺ ഇലക്ട്രിക് കാർ വരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ്. സോ നമ്മളിന്ന് എത്തിയിട്ടുള്ളത് മഞ്ചേരി, മലപ്പുറം മഞ്ചേരി റൂട്ടിൽ പാണായി സൗദിപ്പടിയുള്ള ബിക്ടോയിലാണ്. അത് ഇന്ന് കൂടുതൽ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ള അഫ്സൽ തന്നെയാണ്. അപ്പോൾ ന്യൂ ഇയർ ആയതിനു ശേഷം നമ്മൾ അഫ്സൽഖാൻ്റെ അടുത്ത് ആദ്യമായിട്ട് വരികയാണ്. അപ്പോൾ 2026 ബിക്ടോയിൽ നമ്മൾ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ അഫ്സൽഖാൻ നമുക്ക് എന്തൊക്കെയാണ് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാൽ നിങ്ങൾ? ഓഫേഴ്സ് എല്ലാ വണ്ടി പൊട്ടിച്ച് കൊടുക്കുകയാണ്, മാക്സിമം ലോൺ ഫുള്ള് കൊടുക്കുകയാണ്. അതിന്റെ മുമ്പ് ഒരു കാര്യം ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് വേണ്ടി നമുക്ക് വൈകാതെ നല്ലൊരു ഗിവ് അവേ ഒരു കാർ ഇല്ലേ, നല്ലൊരു കിഡിലം കാർ നിങ്ങൾക്ക് തരാൻ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബിക്ടോയി അതേപോലെ ഓട്ടോട്ടൊക്കെ 2 പേജ് നിങ്ങൾ ഫോളോ ചെയ്തോളി. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. തൊട്ടടുത്ത ദിവസം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഒരു ഗംഭീരമായ കാറാണ് നിങ്ങൾക്ക് ഗിവ് അവേ. 3 ലക്ഷം രൂപയുടെ ഒരു കിഡിലം കാർ നിങ്ങൾക്ക് തരാൻ പോവാണ്. അപ്പോൾ വെയിറ്റ് ചെയ്തോളി, അപ്പോൾ ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ന്യൂ ഇയർ ഗിഫ്റ്റായിട്ട് ഫസ്റ്റ് തന്നെ നമ്മളൊരു ആദ്യത്തെ ഒരു അനൗൺസ്മെന്റ് ഇല്ലേ, ഒരു കാറിന് ഒരു ഗംഭീരമായ ഒരു കാറാണ് നമ്മൾ ഗിവ് തരാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ നമുക്ക് വീഡിയോയിൽ അത്യാവശ്യം നല്ല കളക്ഷൻസ്. ഏകദേശം നമുക്ക് എത്ര വാഹനങ്ങളുണ്ട് ടോട്ടല്? 75-80 വണ്ടികളുണ്ടല്ല. ഏകദേശം നമുക്ക് അതിൽ എത്ര ഫുൾ ഓണിലൊക്കെ കൊടുക്കാൻ പറ്റുന്ന വാഹനങ്ങൾ? 35-40 വണ്ടി ഉണ്ടല്ലോ. ഏകദേശം അപ്പോൾ 40 വണ്ടിയോളം നമുക്ക് ഫുൾ ഓൺലൈനെ കൊണ്ടുപോകാന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ നമ്മൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം മഞ്ചേരി റൂട്ടിൽ പാണായി സൗദിപ്പടി. അപ്പോൾ ലൊക്കേഷന് കാര്യങ്ങളൊക്കെ അറിയാനും കൂടുതൽ ഡീറ്റെയിൽസ് നമ്പറൊക്കെ നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളൊരു ഐക്കണിക് കാറായിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ട്രെൻഡിങ് ആയിട്ട് കാണുന്ന, കൂടുതൽ ആളുകൾ ഡെയിലി യൂസിനൊക്കെ ചൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ആണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഞാൻ ഇന്ന് രാവിലെ എടുത്തപ്പോഴാണ് അതിൻ്റെ ഫീച്ചേഴ്സ്, ഇതിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് ജസ്റ്റ് നിങ്ങൾ നോക്കി നിങ്ങൾ ശരി. നമുക്ക് ഇതിലില്ലാത്ത ഫീച്ചേഴ്സും അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും നമുക്ക് ഫുള്ള് സ്വിച്ചസ് ആണ് ഈ ഒരു വാഹനത്തിലെ ഹൈലൈറ്റ്. നമുക്ക് ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്, സ്റ്റിയറിംഗ് വീലിലെ എല്ലാ കൺട്രോൾസ് കാര്യങ്ങൾ. അതാണ് നമുക്ക് 2 സൈഡ് നമുക്ക് സീറ്റ് വെന്റിലേഷന് എല്ലാ സ്വിച്ചസ് ആണ്. പാർക്കിങ്ങിന് അതേപോലെ തന്നെ ഡ്രൈവ് മോഡ്, ന്യൂട്രൽ, പാർക്കിങ്, റിവേഴ്സ്, അതേപോലെ ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ, AC, അതേപോലെ തന്നെ എല്ലാ സെഗ്മെൻറ്റ്സും നമുക്ക്. അതും നമുക്ക് വെറും 22,163 കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. സൺറൂഫ് കാര്യങ്ങൾ എല്ലാം വരുന്ന ഒരു പക്ക ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു വാഹനം. നല്ല പെർഫോമൻസും അതേപോലെ തന്നെ അത്യാവശ്യം നല്ല മൈലേജ് ഒക്കെ കിട്ടുന്ന ഒരു അടിപൊളി വാഹനം. നമുക്ക് ഹുണ്ടായുടെ കോണ എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡൽ കാര്യങ്ങളൊക്കെ വരുന്ന അഫ്സൽഖാൻ? 2023 മോഡൽ സിംഗിൾ ഓണർഷിപ്പ്. 2023 സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. അത് 22,000 കിലോമീറ്റർ അല്ലേ. കമ്പനി 470 റേഞ്ച് പറയുന്നുണ്ട്. നിങ്ങളിപ്പോ കുറച്ച് ദിവസം കൊണ്ടുവരുന്നല്ലോ, നിങ്ങൾക്ക് എത്ര കിട്ടി ഈ വാഹനത്തിന്? 350 കിട്ടിയിട്ടില്ല. വണ്ടി കൊടുത്തോട്ടെ. AC കിട്ടുന്നുണ്ടോ? AC കിട്ടും. അപ്പൊ നെക്സോൺ ഞാൻ കൊണ്ടുപോയതാണ്. നമുക്ക് AC കിട്ടണമെങ്കിൽ 300, AC ഇല്ലാതെ പോകാം. അമ്മാര് ബമ്പം പെർഫോമൻസ്, സ്പോർട്ടി പിക്കപ്പ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന 100% നമുക്ക് അത്രയും പെർഫോമൻസ് ബേസ് മൂപ്പര് കുറെ നെക്സോണൊക്കെ കൊണ്ടുവരുന്നതാണ്. അതിലാറെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല വണ്ടി. ഞാനിപ്പോൾ ഇന്നാണ് ഇതൊന്ന് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പെർഫോമൻസും ഇതിൻ്റെ ഫീച്ചേഴ്സും കണ്ടപ്പോൾ ഗംഭീരമായ പെർഫോമൻസ്. അതേപോലെ തന്നെ നമുക്ക്
AC തന്നെ 350 കിലോമീറ്റർ ഗ്യാരണ്ടി നിങ്ങൾ പറയുന്നുണ്ട്. അത്ര നമുക്ക് മൈലേജ് ഉണ്ടെങ്കിൽ AC ഇടാതെ പോകണമെങ്കിൽ 50 കൂടി കൂടുതൽ 400 എത്തിക്കും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എമർജൻസി ടൈമിലൊക്കെ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഏകദേശം 17 ലക്ഷത്തിന് ID ഉണ്ടല്ലോ വണ്ടിക്ക്. 17 ലക്ഷത്തിൽ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ഉള്ള വണ്ടിയാണ്. അപ്പൊ ഇതിന്റെ ഫ്രഷിന്റെ റേറ്റ് ഒക്കെ നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കുക. അഫ്സൽ ഖാൻ, നമ്മളിപ്പോ എത്ര രൂപ കൊടുക്കാൻ പറ്റും ഈ വാഹനം? ഇത് നമ്മൾ 13 ലക്ഷം രൂപ ആസ്ക് ചെയ്യുന്നുണ്ട്. ലോൺ ഫുള്ളും കൊടുക്കാണെങ്കിൽ സോളാർ വെക്കാനുള്ള പൈസ. അപ്പൊ ഇത് സോളാർ ഇല്ലാത്തവർക്ക് നമുക്ക് എന്ത് ചെയ്യാം, സോളാറിനുള്ള ക്യാഷും കൂടി നമ്മൾ ഈ വണ്ടിമേല് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ. 16 രൂപ വരെ ലോണും കിട്ടൂല. അപ്പൊ അതാണ് നമുക്ക് നിലവിൽ ചെറിയ കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ്, അതും നമുക്ക് 350 AC 100% നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന കോണ. നമുക്ക് നല്ലൊരു കാര്യങ്ങളൊക്കെ ഉണ്ടോ? 13, 14, 15 വരെ ലോൺ കിട്ടും. അപ്പൊ സോളാറിന് ക്യാഷ് പറഞ്ഞോളൂ. അപ്പൊ അതാണ് സോളാർ ഇല്ലാത്ത സോളാറിനുള്ള പൈസ കൂടി ഇതിന്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഹൈലൈറ്റ്. അപ്പൊ അതാണ് മിസ്സാക്കേണ്ട വിളിച്ചോളി കേട്ടോ. ഇനി നമ്മൾ അടുത്ത് പോകുന്നത് ഇതാണ് ക്രിസ്റ്റകളാണ്. ഫസ്റ്റ് നമ്മൾ ക്രിസ്റ്റയിൽ പല കളേഴ്സ് ഉണ്ടാവും, പക്ഷെ ബ്ലാക്ക് കിട്ടണമെങ്കിൽ ഇച്ചിരി പാടാണ് അല്ലേ? ബ്ലാക്ക് 2.4 Z ഓട്ടോമാറ്റിക് 22 മോഡൽ അല്ലേ? 66,000 കിലോമീറ്റർ 66,000 1 ലക്ഷത്തി താഴെ കിലോമീറ്റർ ആണ്. ബ്ലാക്ക് ആണ്, Z ഓട്ടോമാറ്റിക് ആണ് വരുന്നത് അല്ലേ? ഇത് ഒറിജിനൽ കേരള വണ്ടി, ഒറിജിനൽ കേരള വണ്ടി. A to Z ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം സെക്കൻഡ് ഓണർഷിപ്പ്. ടൈപ്പ് 2 ആണ് വരുന്നത്. ഇത് ഒറിജിനൽ അങ്ങനെ തന്നെയാണ്, ഒറിജിനൽ ആണ്. ടൈപ്പ് 2 വണ്ടിയാണ്. പിന്നെ അത്യാവശ്യം നമുക്ക് ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഒരു 90% തന്നെ 4 ടയേഴ്സും വരുന്നുണ്ട്. അപ്പോൾ ഫുൾ ബ്ലാക്കിൽ Z ഓട്ടോമാറ്റിക്കലി ഒരു ഇന്നോവ ക്രിസ്റ്റ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുന്നത് ഇലക്ട്രിക്കൽ സീറ്റ്സ് വരുന്നുണ്ട്, സ്റ്റിയറിംഗ് വീൽ കൺട്രോൾസ്, പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്, 4 ടയേഴ്സും ഫുൾക്കട്ട ടയേഴ്സ് കാര്യങ്ങൾ എല്ലാം വരുന്ന ഒരു വാഹനം. ഓൺഷിപ്പ് പറഞ്ഞ സിംഗിളോ? സെക്കൻഡ് ഓണർ. അഫ്സൽ ഖാൻ, എത്ര രൂപ കൊടുക്കാൻ പറ്റും നമുക്ക് ഈ ഒരു വാഹനം? ഇത് പല ആളുകളും 30 ചോദിക്കുന്നുണ്ട്. 29 ലക്ഷം രൂപ കൊടുക്കാൻ പറ്റും. അപ്പൊ അതാണ് നമുക്ക് മാർക്കറ്റ് പ്രൈസ്. 50 ലക്ഷം രൂപ പുതിയ സംഗതി കിട്ടുമല്ലോ, സാധനം നിർത്തിക്കണം, കാരണം കിട്ടാനില്ല വാഹനമില്ല. അപ്പൊ Z ഓട്ടോമാറ്റിക് ഡീസൽ വണ്ടി, അത് നമുക്ക് സെക്കൻഡ് ഓണർ 66,000 കിലോമീറ്റർ ഓടിയ ബ്ലാക്ക് വണ്ടി അല്ലേ? എത്ര രൂപയെന്ന് പറഞ്ഞാൽ 29 ലക്ഷം. മാർക്കറ്റിൽ 30-32 കച്ചവടത്തിന് ചെറിയ വിട്ടുവീഴ്ച ഉണ്ടാവും, വീണ്ടും വിട്ടുവീഴ്ച ഉണ്ട് അല്ല? ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ നമുക്ക് ഒരു 2-2.5 ലക്ഷം രൂപ മുടക്കേണ്ടി വണ്ടി എടുക്കാം. ഒറിജിനൽ കേരള വണ്ടിയാണ്, അതും Z ഓട്ടോമാറ്റിക്കലി ഫുൾ ബ്ലാക്ക് വണ്ടി കേട്ടോ. ഇനി അതേപോലെ തന്നെ നമുക്ക് പർപ്പിൾ അല്ലേ ഏറ്റവും കൂടുതൽ, അതായത് നമ്മൾ മുന്തിരി കളർ അറിയും. ക്രിസ്റ്റയില് ഈ ഒരു സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അന്ന് ഇറങ്ങിയ ഒരു മോഡലാണ്. സെക്കൻഡ് ജനറേഷൻ ആണ് വരുന്നത്. അത് നമുക്ക് കേൾട്ടൺ BM നമ്പർ. അപ്പൊ അത് റീവണ്ടിയാണ് അല്ലേ വരുന്നത്? 2016 മോഡൽ 17 റേസർ, 2016 മോഡൽ 17 രജിസ്ട്രേഷൻ വരുന്ന വണ്ടി. അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങൾ. ഇത് ഓട്ടോമാറ്റിക് തന്നെയാണ് വരുന്നത്? Z ഓട്ടോമാറ്റിക് അല്ലേ? അപ്പൊ ഓണർഷിപ്പ് 1,59,000 കറക്റ്റ് സർവീസ് നമുക്ക് 100% ഗ്യാരണ്ടി പറയാം. ഇന്ത്യയിലും എക്സിഡൊക്കെ നല്ല വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള വെഹിക്കിൾ ആണ്. അത് നമുക്ക് സർവീസ് ഗ്യാരണ്ടി തരാൻ പറ്റുന്ന 2016-17 മോഡല് ക്രിസ്റ്റ Z ഓട്ടോമാറ്റിക്. എത്ര രൂപ കൊടുക്കാൻ പറ്റും അഫ്സൽ ഖാൻ? 16,20,000 അല്ലേ? ബെസ്റ്റ് പ്രൈസ് ആണ്. അത് നമുക്ക് 15,000-ക്കും 15,500 കിട്ടും. കിലോമീറ്ററിന് ഒരു ഗ്യാരണ്ടി ഉണ്ടാവില്ല, അത് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന വണ്ടിയാണ്. നമുക്ക് അത്രയും ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് നമുക്ക് ആ പ്രൈസ് പറയുന്നത് അല്ലേ? ചെറുതായിട്ടൊക്കെ വന്ന് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ അല്ലേ? നമുക്ക് ഏകദേശം ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും? നമുക്ക് ഒരു 14 ലക്ഷം രൂപ കൺഫേം ആയിട്ട് കയറും. പിന്നെ കസ്റ്റമർ പ്രൊഫൈൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അപ്പൊ 14 രൂപ നമുക്ക് കൺഫേം അറിയാം. ബാക്കി നമുക്ക് കസ്റ്റമറെ ഡിപ്പെൻഡ്സ് ആണ്, കസ്റ്റമർ അതാണ് അല്ലേ? അടുത്തതാണ് നമുക്കൊരു കിഡ്ലം വാഹനമാണ്. വീണ്ടും നമുക്ക് ടൈപ്പ് 3 ഫേസ് ലിഫ്റ്റ് ഒക്കെ വന്നിട്ടുള്ള വണ്ടിയാണ്. കേൾട്ട AX നമ്പർ. നല്ല ഫാൻസി ഒറിജിനൽ കേരള വണ്ടി, ഒറിജിനൽ കേരള വണ്ടി അല്ലേ? എഗെയിൻ നമുക്ക് ബ്ലാക്ക് തന്നെയാണല്ലോ അല്ലേ? ബ്ലാക്ക് ആണ്. ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ഷെയ്ഡ് വന്നപ്പോഴേ നമ്മളെ കണ്ണിനും ചെറിയ തകരാറുണ്ട്. G4+ ഓട്ടോമാറ്റിക് അല്ലേ? അപ്പൊ ഒന്നുകൂടി ബഡ്ജറ്റ് നോക്കുക, കേരള വണ്ടിയാണ്. 2.8 ആണ്. G4+ ഓട്ടോമാറ്റിക്. ഇന്റീരിയർ ഒക്കെ നമുക്ക് കമ്പനി അലോയ്സ് പകരം നല്ല കിട്ടുന്ന അലോയ്സ് കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ടയേഴ്സ് എല്ലാം പക്കയാണ് വണ്ടി. ഇത് കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? 1,90,000 കിലോമീറ്റർ. 190 ഗ്യാരണ്ടി പറയാം. കിലോമീറ്റർ കറക്റ്റ് കമ്പനി സർവീസ്. അതും കേൽപ്പത്തിൽ ഇറങ്ങിയ വണ്ടി അല്ലേ? എത്ര രൂപ കൊടുക്കാൻ പറ്റും? 15,40,000 കൊടുക്കാം. 15-40 അല്ലേ? ലോണ് സിബിലും കാര്യങ്ങളൊക്കെ ഫുള്ള് കൊടുക്കാം. അല്ലെങ്കിൽ 50-60 വണ്ടി ഇറക്കാൻ ചെയ്യാം. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ കേരള വണ്ടിയാണ്. G4+ ഓട്ടോമാറ്റിക് എല്ലാം നമുക്ക് ബ്ലാക്ക് കളർ വണ്ടി, ഓട്ടോമാറ്റിക് വണ്ടി. നമ്മൾ ചോദിക്കുന്നത് ഏകദേശം നമുക്ക് ട്രാക്ക് ഉണ്ടെങ്കിൽ ഫുൾ ഓൺ, ഇല്ലെങ്കിൽ
10-50 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം. ഒറിജിനൽ കേരള വണ്ടി ഓട്ടോമാറ്റിക് കിട്ടും. അടുത്തതാണോ വീണ്ടും നമുക്കൊരു ക്രിസ്റ്റ്യനാണ്, സെക്കൻഡ് ജനറേഷൻ ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2019 ഡിസംബർ 26. ഡിസംബർ 20 അല്ലേ? അതായത് നമുക്ക് ആ ലാസ്റ്റിൽ ഇറങ്ങിയ വണ്ടിയാണ്, ക്രിസ്മസിന്റെ വിറ്റിയെന്ന് ഇറങ്ങിയ വണ്ടി അല്ലേ? എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 19 റീ രജിസ്ട്രേഷൻ ആണ്. ഇവിടെ ഇപ്പൊ സിംഗിൾ ഓണറിലാണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ഇവിടെ TS വണ്ടിയായിരുന്നു. 2019 സിംഗിൾ ഓണർ വണ്ടി, 170 കറക്റ്റ് ഷോറൂം സർവീസ്. സെയിം RC ഓണറുടെ പേര് തന്നെയാണ് മാറിയത്? അല്ലല്ല, ഇവിടെ തന്നെ മാറിയിട്ടുള്ളത്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി 14,90,000 കൊടുക്കാം. 14,90,000 അല്ലേ? ഓട്ടോമാറ്റിക് തന്നെയാണ്, മാനുവൽ ആണ്. G4+ മാനുവൽ. G4+ ആവുമ്പോ തന്നെ നമുക്ക് ഹലോയ്സ് ഒക്കെ കമ്പനി വരുന്നുണ്ട്, സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, അതേപോലെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇതിൽ കമ്പനീനെ ആഡ് ഓൺ ചെയ്തിട്ടാണ് G4+ ആകുമ്പോൾ വരുന്നത്. അപ്പോൾ സിംഗിൾ ഓൺഷിപ്പിൽ എടുക്കുന്ന വണ്ടി നമുക്ക് 14,90,000 അല്ലേ? ലോൺ ഏകദേശം എത്ര വരെ ചെയ്യാൻ പറ്റും? 90 റുപ്യ ഇറക്കാം. സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം എന്നുള്ളതാണ് ഏറ്റവും നല്ല അട്രാക്ഷൻ അല്ലേ? എങ്കിലും വീണ്ടും നമുക്ക് ഈ ഒരു കളർ തന്നെയാണ് KL48. ഒറിജിനൽ കേരളാണ് വണ്ടി വരുന്നത്. ഒറിജിനൽ കേരള 16 മോഡൽ വി മാനുവൽ അല്ലേ? തേർഡ് ഓണർഷിപ്പ്, 85,000 കിലോമീറ്റർ ഷോറൂം സർവീസ്. 85,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത് നമുക്ക് ഷോറൂം സർവീസ് ഉള്ള വണ്ടിയാണ്. നമുക്ക് ഏതായിരുന്നു ഓപ്ഷൻ? ഏതായിരുന്നു? വി ആണ്, മാനുവൽ. അപ്പൊ അത്യാവശ്യം എല്ലാ ഓപ്ഷൻസും നമ്മുടെ G4 ഉണ്ട്, G4+ ഉണ്ട്, Z ഉണ്ട്, അതേപോലെ V ഉണ്ട്, ഇതിൽ തന്നെ ഓട്ടോമാറ്റിക് ഉണ്ട്, മാനുവൽ ഉണ്ട് അല്ലേ? എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക് ഈ വാഹനം? ഇത് നമുക്ക് ഫിക്സ്ഡ് പ്രൈസ് 15 ലക്ഷം രൂപ കൊടുക്കാം. 15 ലക്ഷം രൂപ ഫൈനൽ പ്രൈസ് ആണ്. നോ ബാർഗൈനിങ്. അപ്പൊ അതാണ് ലാസ്റ്റ്. V ആണ്, ഒറിജിനൽ കേരള വണ്ടിയാണ്, അതും 87,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി, 15 ലക്ഷം രൂപ ഫൈനല്, ഫുള്ള് ലോണ്. അപ്പൊ അതിന്റെ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ കേരള വണ്ടി നമുക്ക് 87,000 കിലോമീറ്ററോടെ ഈ ഒരു വാഹനം നമുക്ക് തരുന്നത് 0 ഡൗൺ പേയ്മെന്റിൽ അങ്ങ് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും നല്ല അട്രാക്ഷൻ. എഗെയിൻ നമുക്ക് ഇതാണ് ക്രെറ്റയില് അന്നും ഇന്നും ഫാൻസ് ബേസ്ഡ് ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ജനറേഷൻ ആണ്. അപ്പൊ ഫുൾ ബ്ലാക്കില് ഫസ്റ്റ് ജനറേഷൻ വണ്ടി, അത് നമുക്ക് കിട്ടുന്ന അലോയ്സ് ഒക്കെ നമുക്ക് കമ്പനി അലോയ്സിന് പകരം ആഡ് ഓൺ ചെയ്തിട്ടുള്ള ഒരു വാഹനം അല്ലേ? എങ്ങനെയായിരുന്നു അഫ്സൽക്ക് അതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2018 മോഡല് 1.6 പെട്രോള്, 52,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർ വണ്ടി. അപ്പൊ അതിന്റെ അട്രാക്ഷൻ വെറും 52,000 കിലോമീറ്റർ സെക്കൻഡ് ഓൺഷിപ്പിലെ ഒറിജിനൽ കേരള വാഹനം അല്ലേ? അത് 1.6 ആണ്. 4 ഫുൾ കട്ട ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നല്ല ഫീച്ചേഴ്സും നല്ല പെർഫോമൻസും അതേപോലെ തന്നെ നല്ല കംഫർട്ട് ഉദ്ദേശിക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഈ ഒരു വാഹനം? 6,76,000. 6,75. അതായത് നമുക്ക് ഇന്നൊരു സ്വിഫ്റ്റ്, അതായത് ഒരു ഹാച്ച് ബാക്ക് നോക്കുന്ന പ്രൈസിന് നമുക്ക് വെറും 52,000 കിലോമീറ്റർ ഓടിയ ഈ ഒരു ക്രെറ്റ കൊണ്ടുപോകാന്നുള്ളതാണ് ഏറ്റവും നല്ല അട്രാക്ഷൻ. 30,000 രൂപക്ക് ഫുൾ ഓണും കിട്ടും. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ അട്രാക്ഷൻ എന്നാണ്, ഇതിന്റെ പ്രൈസ് ഒരു അട്രാക്ഷൻ ആണ്. അതായത് നമുക്ക് ഹാച്ച് ബാക്കിന്റെ പ്രൈസേ വരുന്നുള്ളൂ. 52,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ട്രാക്ക് ഉണ്ടെങ്കിൽ ഒരു 30,000 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് വാഹനം ഇറക്കും ചെയ്യാം. അടുത്ത ZI ഓപ്ഷനിൽ ഡീസലില് ഒരു കിട്ടം മാരുതി സുസുക്കി വിറ്റാര ബ്രസ 2019 മോഡല് റീ രജിസ്ട്രേഷൻ വാഹനം. നിലവിൽ കേൾട്ടം BJ നമ്പറൊക്കെ ആയിട്ടുണ്ട്. 80,000 കിലോമീറ്റർ. 80,000 കിലോമീറ്റർ ഷോറൂം സർവീസ് ഹിസ്റ്ററി ഗ്യാരണ്ടി കൊടുക്കാം. അഡീഷണൽ ആയിട്ട് നമുക്ക് നല്ല കിട്ടുന്ന അലോയൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. കമ്പനി അലോയ്സിന് പകരം നമുക്ക് ഡെയിലി നമുക്ക് ഒരു അടിപൊളി വാഹനം. അതും നമുക്ക് ഡീസലിൽ ഒരു 18 രൂപ മൈലേജ് കിട്ടൂല, കൺഫേം ആണ്. ഓൺഷിപ്പ് എത്ര ആയിട്ടുണ്ട്? സെക്കൻഡ് ഓണർ ആയിട്ടുള്ളൂ. അത് നമുക്ക് കിലോമീറ്റർ വാറണ്ടി, സർവീസ് വാറണ്ടി നമുക്ക് 100% ഗ്യാരണ്ടി തരുന്ന ഒരു വണ്ടി അല്ലേ? എത്ര രൂപ കൊടുക്കാൻ പറ്റും നമുക്ക് ഈ വാഹനം? ഇത് നമുക്കൊരു 7,70,000. 7,75,000. അത് നമുക്ക് ലോൺ ഏകദേശം എത്ര? 50 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഇറക്കാം. കിലോമീറ്റർ പ്ലസ് നമുക്ക് സർവീസ് വാറണ്ടി നമുക്ക് 100% കൺഫേം തരുന്ന ഒരു വാഹനമാണ്. അത് നമുക്ക് ട്രാക്കിന് ഒരു 50 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം അല്ലെ? ഇത് നമുക്ക് സ്കോഡ ഒരു കുഷാക്ക് അല്ലെ? അത് മോണ്ടി കാറിലോ നമുക്ക് സ്പെഷ്യൽ എഡിഷൻ വാഹനമാണ്. ഡോൾട്ടൂണൊക്കെ കമ്പനി ഇൻബിൽട്ട് ആയിട്ട് സൺറൂഫ് കാര്യങ്ങൾ എല്ലാം നമുക്ക് വരുന്നൊരു വാഹനം. ഫീച്ചേഴ്സിന്റെ കാര്യങ്ങളും അതേപോലെ പെർഫോമൻസ് കാര്യങ്ങളൊന്നും സ്കോഡയുടെ കാര്യം സ്കോഡ അറിയുന്നവരെ സംബന്ധിച്ച് നമ്മളൊന്നും പറഞ്ഞു കൊടുക്കേണ്ട. അതും ബ്ലഡ് റെഡിൽ വരുന്ന ഒരു അടിപൊളി വാഹനമാണ്. ടയേഴ്സൊക്കെ നമുക്ക് 4 അത്യാവശ്യം നമുക്കൊരു അപ് ടു 90% വരെ ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നൊരു വാഹനമാണ്. ഇന്റീരിയർ ഒക്കെ ഒന്ന് കാണിച്ചു കൊടുത്താണെങ്കിൽ 4 കിഡ്ല ഇന്റീരിയർ ആണ്. ഓട്ടോമാറ്റിക് ആണ് വരുന്നത് അല്ലേ? ഓട്ടോമാറ്റിക്. എങ്ങനെയായിരുന്നു? 2023 പെട്രോള്. പിന്നെ ഈ ഒരു സെഗ്മെന്റ് പെട്രോൾ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ എന്നുള്ളതാണ് സ്കോഡ കുഷാക്കിന്റെ 7 സ്പീഡ് DCT അല്ലേ? DCT ആണ്. സോ നല്ല പെർഫോമൻസും
നല്ല കംഫർട്ടും നല്ല ഫീച്ചേഴ്സും വരുന്ന ഒരു അടിപൊളി വാഹനമാണ്. ഇത് കിലോമീറ്റർ എത്ര ഓടിയിട്ടുള്ളത്? 45,000 കിലോമീറ്റർ. 45,000 കിലോമീറ്റർ. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ അല്ലേ? നല്ല അപാര ബോഡി ക്വാളിറ്റി ആണ്. അത് പെർഫോമൻസ് ബേസ്ഡ് ആണ്. 1.5 ഓട്ടോമാറ്റിക്കലി DST 7 സീറ്റ് വരുന്ന വാഹനം അല്ലെ? എത്ര രൂപ കൊടുക്കാൻ പറ്റും അഫ്സൽക്ക് നമ്മൾ ഇതിന്? നമുക്കൊരു 11.5 ലക്ഷം രൂപ കൊടുക്കാം. 11.5 ലക്ഷം രൂപ. ഇതിന്റെ ഫ്രഷിന്റെ റേറ്റ് ഒക്കെ നിങ്ങൾ അന്വേഷിക്കുക, എന്നിട്ട് ആദ്യം കമന്റ് ഇടുക അല്ലെ? ലോണും ഫുള്ള് കൊടുക്കുക, ക്യാഷ് ബാക്കും കൊടുക്കുക. ക്യാഷ് ബാക്ക് കൊടുക്കാന്നുള്ള അട്രാക്ഷന് വെറും ലോ കിലോമീറ്റർ ഓടിയ വണ്ടി, അത് നമുക്ക് ഏറ്റവും ടോപ്പ് ആൻഡ് വേരിയന്റ് ഓഫർ പ്രൈസ് ആണ്. അതും ഫുൾ ഓൺ അല്ലെങ്കിൽ ക്യാഷ് ബാക്ക് കേട്ടോ. അടുത്തതാണ് നമുക്ക് ടയോട്ടയുടെ ഒരു വാഹനം. അത് നമുക്കൊരു ബഡ്ജറ്റ് പ്രൈസിൽ നല്ലൊരു സെഡാൻ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. പിന്നെ ഗൾഫിലൊക്കെ പോയവരെ സംബന്ധിച്ച് ഈ വണ്ടിയൊക്കെ അവിടെ സുപരിചിതമാണ്. ടയോട്ട യാരിസ്, അതും നല്ല അടിപൊളി കളറാണ് വരുന്നത്. എറണാകുളം രജിസ്ട്രേഷൻ ആണ്. ഓട്ടോമാറ്റിക് അല്ലേ വരുന്നത്? ഓട്ടോമാറ്റിക്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2018 സിംഗിൾ ഓണർ ഉണ്ട്. 2018 സിംഗിൾ ഓണർ. ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് അല്ലേ? നമുക്ക് കമ്പനി അലോയ്സിന് പകരം നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് അലോയ്സ് ഒക്കെ അവർ യൂസ് ചെയ്തിട്ടുണ്ട്. ഇന്റീരിയർ ഒക്കെ വെൽ മെയിൻറ്റൈൻഡ് ആണ്. ഇതെങ്ങനെയായിരുന്നു കിലോമീറ്റർ വരുന്നത്? കിലോമീറ്റർ വരുന്നത് 50,000 കിലോമീറ്റർ. 50,000 കിലോമീറ്റർ. ഓൺഷിപ്പ് എങ്ങനെയാണ്? ഓണർഷിപ്പ് സിംഗിൾ ഓണർ ആണ്. 50,000 കിലോമീറ്റർ. അതും നമുക്ക് ഓട്ടോമാറ്റിക് വേരിയന്റ്. എത്ര രൂപ കൊടുക്കാൻ പറ്റും? 5,40,000. 5,40,000. ചെറിയൊരു ഫുള്ള് ലോണിലും ഉണ്ടാവും. അതും ചെറിയൊരു പ്രൈസിന് നമുക്ക് വാഹനം ഇറക്കാന്നുള്ളതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ. ഇതിനടുത്ത് നമുക്ക് തേർഡ് ജനറേഷൻ ക്രെറ്റയിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങിയ ഒരു ജനറേഷൻ ഏതാ വെച്ചാൽ നമുക്ക് തേർഡ് ജനറേഷൻ തന്നെയാണ്. അതും പനോരമിക് സൺറൂഫും ഡോൾട്ടൂണൊക്കെ വരുന്ന ഒരു അടിപൊളി വാഹനം. എങ്ങനെയായിരുന്നു അഫ്സൽക്ക് അതിന്റെ മോഡൽ? 2020 പെട്രോൾ ഓട്ടോമാറ്റിക് SX ഓപ്ഷണൽ. അതിന്റെ ഏറ്റവും ടോപ്പ് ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു? ഓണർഷിപ്പ് തേർഡ് ഓണർ ആണ്. ഒറിജിനൽ കേരള വണ്ടി. അത്രയും നമുക്ക് ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? 11 ലക്ഷം രൂപ കൊടുക്കാം. 11 ലക്ഷം രൂപ അല്ലേ? ഫുൾ ഓൺ ചെയ്യാം. ഫുൾ ഓണില് തേർഡ് ജനറേഷനിൽ ഏറ്റവും ടോപ്പ് ആൻഡ് ക്രെറ്റ കേട്ടോ. അത് ഓട്ടോമാറ്റിക്. ഇത് നമുക്കൊരു സെൽട്ടോസ് ആണ്. അത് നമുക്ക് പനോരമിക് സൺറൂഫ് കാര്യങ്ങളും ന്യൂ ഫേസ് ഒക്കെ വരുന്ന ഒരു വണ്ടിയാണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 24 രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ് അല്ലെ? കിലോമീറ്റർ എത്ര? 4000 കിലോമീറ്റർ പെട്രോൾ. ഓടാൻ മറന്ന വണ്ടിയാണല്ലോ. വെറും 4000 കിലോമീറ്റർ മാത്രം ഓടിയ ഏറ്റവും സൺറൂഫ് കാര്യങ്ങളും പനോരമിക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വണ്ടി അല്ലേ? എത്ര രൂപ കൊടുക്കാൻ പറ്റും നമുക്ക് ഈ വാഹനം? ഇത് നമുക്ക് 12.5 ലക്ഷം രൂപ. 12 ഫുൾ ഓൺ എടുക്കാൻ പറ്റും? ഫുൾ ഓൺ എടുക്കാം. വെറും 4000 കിലോമീറ്റർ ഓടിയ സെൽട്ടോസ് ഇട്ടാം. അടുത്തത് നമുക്ക് ഇന്ന് മാരുതിയിൽ ഏറ്റവും കൂടുതൽ ഹോട്ട് സെല്ലിംഗ് ആയിട്ടുള്ള ഒരു വെഹിക്കിൾ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഫ്രോങ്സ്, അതും വൈറ്റ് ഫിനിഷിംഗിൽ ഒറിജിനൽ കേരള നല്ല സീരീസിലെ ഫാൻസി നമ്പർ 5949 നമ്പറൊക്കെ വരുന്ന 43 രജിസ്ട്രേഷൻ വാഹനം. എങ്ങനെയായിരുന്നു ഫ്രോങ്സ് മോഡൽ? 24 മോഡൽ വണ്ടി. 4000 കിലോമീറ്റർ. ഇതും തീരെ ഓടിയിട്ടില്ല. ഒക്കെ ലോ കിലോമീറ്റർ വണ്ടിയാണല്ലോ. അപ്പൊ നല്ല കംഫർട്ടില് പുതിയൊരു വാഹനം എടുക്കുന്നവരെ സംബന്ധിച്ച് നമുക്ക് ലക്ഷങ്ങൾ വിലക്കുറവിൽ കൊടുക്കാം അല്ലെ? 8 ലക്ഷം രൂപ ഫുൾ ലോണിൽ കൊടുക്കാം. വെറും 4000 കിലോമീറ്റർ. ഇന്ത്യയിലൊക്കെ നോക്കി നിങ്ങൾ നല്ല ഹൈ ക്വാളിറ്റി സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. പുതിയൊരു വാഹനത്തിന് അതേ ഫീൽ നമുക്ക് ഉണ്ടാവും. ഫുൾ ലോൺ ആണ്. വെറും 4000 കിലോമീറ്റർ. 24 മോഡൽ വണ്ടി. സിംഗിൾ ഓണർ വണ്ടി. അടുത്തത് നമുക്ക് സിറ്റി നോക്കുന്നവർക്ക് 4th ജനറേഷൻ സിറ്റി ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള KL5 കോട്ടയം രജിസ്ട്രേഷനിൽ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വാഹനം അല്ലേ? 2019 മോഡൽ സിറ്റി. ഡീസൽ അല്ലേ? ഡീസൽ. സെക്കൻഡ് ഓണർഷിപ്പ്. 1.36 ഡീസൽ വണ്ടിയാണ്. ഇതിന്റെ ഒരു ഹൈലൈറ്റ് ആണ് മൈലേജ് തന്നെയാണ് അല്ലേ? ഏകദേശം നമുക്ക് 24 വരെ കിലോമീറ്റർ പെർ ലിറ്ററിൽ നമുക്ക് ലോങ് ഡ്രൈവിൽ മൈലേജ് കിട്ടുന്ന വാഹനമാണ്. ഡെയിലി യൂസിന് നല്ല കംഫർട്ട് നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ഒറിജിനൽ കേരള വാഹനം. എത്ര രൂപ ചെയ്യാൻ പറ്റും? 8.30 നമുക്ക് കൊടുക്കാൻ പറ്റും. ഡീസൽ വണ്ടിയാണ്. ഓപ്ഷൻ അല്ലേ? അത് നമുക്ക് നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ്. നമുക്കൊരു ഓഫർ പ്രൈസ്. ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ലോൺ 75,000 രൂപ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറങ്ങാം. അടുത്താണ് ഇനോവ നോക്കി നടക്കുന്നവർക്ക് നമുക്ക് നമ്മുടെ ക്രിസ്റ്റ കുറെ പരിചയപ്പെട്ടു. ഈ ഇനോവ ഇല്ല എന്നുള്ളൊരു സങ്കടം വേണ്ട. അത്യാവശ്യം നല്ല സ്റ്റഫ് ഫിറ്റിങ്സും സൈഡ് നമുക്ക് ഫുഡ് റെസ്റ്റ് കാര്യങ്ങൾ അത്യാവശ്യം നല്ല സ്കേട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടുള്ള ഒരു സിൽവർ ഫിനിഷിംഗ് വാഹനം. അത് നമുക്ക് അറസ്റ്റേറ്റ് ആണ് വണ്ടി അല്ലേ? എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 15 മോഡല്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ 1.75 അല്ലേ? ഏറ്റവും ഹിസ്റ്ററിയൊക്കെ പക്കല്ല വണ്ടി. പക്ക വണ്ടിയാണ്. മേജർ ആക്സിഡന്റ് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഗ്യാരണ്ടി പറയാം. ഇന്റീരിയർ ഒക്കെ നല്ല കിടുവാണ്. എത്രയാണ് നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത്? 8.5 ലക്ഷം രൂപ. 8 ലക്ഷം രൂപ അല്ല? പക്ഷെ നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റുന്നത്? 75 രൂപ വണ്ടിയിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. ഇന്റീരിയറും എക്സ്റ്റീരിയർ ഒക്കെ പക്ക വെൽ മെയിൻറ്റൈൻ ആണ്. അതേപോലെ നമുക്ക് അഡീഷണൽ ആയിട്ട്
നമുക്ക് അത്യാവശ്യം നമുക്ക് അലോയ്സ് കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണ്. സോ നമുക്കൊരു ഫസ്റ്റ് പാർട്ട് താൽക്കാലികമായിട്ട് നമ്മളിവിടെ നിർത്തുകയാണ്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടായിരുന്നത് വിക്ടോയിലാണ്. അപ്പോൾ നമുക്ക് നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല പ്രീമിയം കാറുകൾ ഫുൾ ഓണിൽ കൊണ്ടുപോകാമെന്നുള്ളതാണ് ഏറ്റവും നല്ല അട്രാക്ഷന്. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ പാണായി സൗദിപ്പടി, അതായത് മലപ്പുറം മഞ്ചേരി റൂട്ടിലാണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇലക്ട്രിക് വാഹനങ്ങൾ മുതൽ SUV ടൈപ്പ് 7 സീറ്ററുകൾ ചെറിയ ബഡ്ജറ്റ് വാഹനങ്ങൾ വരെ നമുക്ക് 10-75ഓളം വാഹനങ്ങളാണ് ഇവിടെ ഉള്ളത്. നമുക്ക് എല്ലാ വാഹനം ഒറ്റ വീഡിയോയിൽ നമുക്ക് കാണിക്കൽ പോസിബിൾ അല്ല. സോ നമുക്ക് 3 പാർട്ടായിട്ടാണ് വീഡിയോ വരുന്നത്. അപ്പോൾ അടുത്തൊരു പാർട്ടിൽ നമുക്ക് ആഷ് ബാക്കുള്ള നല്ലൊരു കളക്ഷനാണ്. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളെ ഗിവ് നിങ്ങൾ മറക്കണ്ട. ഒരു അടിപൊളി കാറ് 3 ലക്ഷത്തിൻ്റെ ഒരു കാറാണ് നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക, കൂടെ നിൽക്കുക. എന്നും നമ്മൾ ഡെയിലി അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. സോ മാക്സിമം ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നൊരു വീണ്ടും കാണാം. റിയാസ് ആൻഡ് അഫ്സൽ ക സൈനിങ്.